ചില ആളുകൾ പറയും ഇതൊക്കെ എൻ്റെ ഒരു കഴിവ് കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ്, ഞാൻ ചെറുപ്പത്തിലെ അവിടെ പോയി ഇങ്ങനെ ചെയ്തു, ഇന്ന നാട്ടിൽ ജോലി ചെയ്തു, ഇന്ന പദ്ധതികളൊക്കെ നടപ്പാക്കി, ഇന്ന ബിസിനസ്സൊക്കെ ചെയ്തു, എൻ്റെ ഒരു കഴിവ് കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് എന്ന് ചിലരെങ്കിലും പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അയാൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പടുത്തുയർത്തിയ ബിസിനസ് സാമ്രാജ്യങ്ങളാണ്. പരിശ്രമങ്ങളുണ്ടാകും, ഓരോരുത്തർക്കും അതിൽ അധ്വാനങ്ങളും പരിശ്രമങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ഇൻകം, ആ വരുമാനം, സമ്പത്ത്, അത് വരുന്നത് അള്ളാഹു നൽകുന്ന അള്ളാഹുവിൻ്റെ ഫളിലാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നല്ല പഠനം നടത്തി, ഗവേഷണം നടത്തി, അതിൽ ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റുമൊക്കെ എടുത്ത് ഒരുപക്ഷെ വിദേശ സാമ്പത്തിക സർവകലാശാലകളിൽ വലിയ പഠനം നടത്തി വലിയ ബിസിനസ് തുടങ്ങുന്നവർ അവരുടെ ബിസിനസ് പൊളിഞ്ഞ് പാളീസായി പോകുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ 10ാം ക്ലാസ് പോലും പരീക്ഷയിൽ ജയിക്കാതെ ഒരു 4ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള, പിന്നീട് അവർ വലിയ സമ്പന്നന്മാരും കോടീശ്വരന്മാരുമായ ചരിത്രം നമ്മുടെ കേരളത്തിൽ, ഇവിടെ നമ്മുടെ നാട്ടിൽ യൂട്യൂബിൽ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവും. അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ? ഒരാളുടെ ബുദ്ധിയും കഴിവും ഒന്നുമല്ല, അത് അള്ളാഹുവിൻ്റെ ഫളിലാണ്.